മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ബി.ജെ.പി. തെരുവിൽ തന്നെയാണ്. ബി.ജെ.പി. കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. അതിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ ഒരു ആക്രമണം, അതായത് പോലീസ് സുഗതന്റെ വീട്ടിലെത്തിയിട്ട് ആക്രമിച്ചതിനെ ന്യായീകരിച്ചാണ് ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരം മേയർ, ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം ബി.ജെ.പി. കൃത്യമായിട്ട് നിലപാടെടുത്തത് CPM-ന്റെ ഗുണ്ടാ പോലീസ് വിപിൻ ഉൾപ്പെടെയുള്ള നേതൃത്വമാണ് ഈ ആക്രമണങ്ങളൊക്കെ തന്നെ സുഗതന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ളത്. CPM-ന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന CI ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് ബി.ജെ.പി. ഒരു ഭാഗത്ത് CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെയാണ് രംഗത്ത് വരുന്നത്. എന്നാൽ ഇവിടെ ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയിട്ട് അങ്ങേയറ്റത്തെ നെറുകേടാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ആകാശത്തേക്ക് വെടിവെച്ച പോലീസുകാരന് അഭിനന്ദനങ്ങൾ എന്ന്. ഏതോ മണ്ടന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ട് CPM-ന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, CPM പറയുന്നത് പോലെ നീങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിച്ചാണ് ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുള്ളത്. ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ബി.ജെ.പി. പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് കൃത്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, UDF-ലെ മന്ത്രിയായിട്ടുള്ള കെ മുരളീധരനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ് പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. വെടി ഉതിർക്കരുത്, അത് നെറുകേടാണ്. അനാവശ്യമായ പ്രശ്നം പോലീസ് ഉണ്ടാക്കരുത്. കൃത്യമായിട്ട് കെ മുരളീധരൻ രംഗത്തിറങ്ങി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ജനാധിപത്യ ബോധമുള്ള, വിവേകമുള്ള സകല മലയാളികളും ഇതാണ് ഒരേ സ്വരത്തിൽ പറയുന്നത്. ഒരു ബി.ജെ.പി. കൗൺസിലറുടെ, ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി വെടിയുതിർത്തിട്ടുണ്ടെങ്കിൽ നാളെ ഏത് സാധാരണക്കാരന്റെ വീട്ടിലും പോലീസുകാർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും. ഇതിനെ ബോധമുള്ളവർക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇത് വ്യക്തമാക്കിയാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിട്ടുള്ളത്. CPM-ന് കൃത്യമായിട്ട് ബി.ജെ.പിയോട് വൈരാഗ്യമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. നമ്മുടെ തലസ്ഥാന നഗരെ ഈ പറയുന്ന CPM അടക്കി ഭരിക്കായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട്. ഈ പറയുന്ന കേരളം ഭരിച്ചിരുന്നതും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതായിരുന്നു. ഇനി നമ്മളിത് വളരെ വ്യക്തമാക്കി, കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചതും അതേപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് കോർപ്പറേഷൻ ഭരിച്ചതും CPM ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPM-ന്റെ ഒരു നേതാവ് രംഗത്തെത്തിയിട്ട് കൗൺസിലർ സ്ഥാനമൊക്കെ രാജിവെപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി CPM നേതാവ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു. കൗൺസിലർ കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങൾ കൊണ്ട് തൻ്റെ പേരിനകത്ത് നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകളുണ്ട്. കൗൺസിലർ ആകുന്നതിന് മുമ്പ് ഒരു കൂട്ടം കേസ്, കൗൺസിലർ ആയതിനു ശേഷവും വീണ്ടും ക്രിമിനൽ കേസുകളുടെ പ്രതിയാകുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഈ CPM നേതാവ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ 7-8 വർഷമായിട്ട് നിരവധി കേസുകളുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് ആരാണ്? CPM, ഇടതുപക്ഷം. ആരുടെ കയ്യിലായിരുന്നു പോലീസ്? ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യില്. ആരുടെ കയ്യിലായിരുന്നു കോർപ്പറേഷന്? ഇടതുപക്ഷത്തിന്റെ കയ്യില്. ഈ CPM എവിടെ കോട്ട കെട്ടിയാലും, CPM എവിടെ ഉരുക്കുകോട്ട കെട്ടിയാലും അതൊന്ന് പൊളിക്കണമെങ്കിൽ പെടാപ്പാടാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. അവിടെ ആ കോട്ടകൾ പൊളിക്കണമെങ്കിൽ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ ഇപ്പുറത്ത് അണിനിരന്നാലേ നടക്കൂ എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ. അത് വെച്ച് തന്നെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. CPM-നോട് മുട്ടി നിന്നിട്ടുണ്ടാവും ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന നേതാവ്. ഈ പറയുന്ന സുഗതനെ ഒന്ന് മറികടക്കാൻ ഈ പറയുന്ന CPM-ന്റെ ആളുകൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ കാലം മുതൽ കഴിഞ്ഞ 7-8 വർഷമായിട്ട്
പോലീസിനെ ഉപയോഗിച്ച് സകലതും ഉപയോഗിച്ച് CPM ഈ പറയുന്ന സുഗതനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. CPMകാരുടെ ഒരു കോട്ട പൊളിയണമെങ്കിൽ അവരെക്കാൾ അവർക്ക് നേരെ മുട്ടി നിൽക്കാൻ തന്റെ ഇടമുള്ള നേതാക്കന്മാരുണ്ടെങ്കിലേ നടക്കൂ. അതൊരു യാഥാർത്ഥ്യ. അത്തരം നേതാക്കന്മാർ എതിർ പാർട്ടികളിൽ ഉണ്ടായി കഴിഞ്ഞാൽ കള്ളക്കേസ് കൊടുക്കുക, പോലീസിനെ ഉപയോഗിക്കുക, പാർട്ടി ഗുണ്ടകളെ ഉപയോഗിക്കുക, ഇതൊക്കെ കേരളത്തിലുടനീളം ചെയ്തിട്ടുള്ളതല്ല ഈ ഇടതുപക്ഷം. അവ സകല സംവിധാനം ഉപയോഗിച്ച്, കേരള പോലീസിനെ ഉപയോഗിച്ച്, സകല സംവിധാനം ഉപയോഗിച്ച് BJP നേതാവിനെ കേസൊക്കെ കൊടുത്തിട്ടുള്ളത് ഏത് സമയത്താ? കേരളം CPM ഭരിക്കുമ്പോ. ഇനി കേസുണ്ടെങ്കിൽ തന്നെ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാണ്, ഇനി കേസുണ്ടെങ്കിൽ തന്നെ എത്തരത്തിലാണ് കേരള പോലീസ് ഡീല് ചെയ്യേണ്ടത്? ഇപ്പോഴും ഇടതുപക്ഷത്തോടാണോ കേരള പോലീസിന് കോറുള്ളത്? പോയിട്ടങ്ങ് ആകാശത്തേക്ക് വെടിവെക്കുക, ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അറസ്റ്റ് ചെയ്താൽ പോരെ? പോലീസുകാരുടെ എണ്ണത്തിന് വല്ല കുറവുണ്ടോ? എത്ര പോലീസുകാരെ വേണമെങ്കിലും കൂട്ടിയിട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തുകൂടെ? എത്ര പോലീസുകാർ വേണമെങ്കിലും തലസ്ഥാന നഗരിയിലില്ലേ? അവിടെ പോയിട്ട് ക്രൂരമായ ആക്രമണം നടത്തുക, ആകാശത്തേക്ക് വെടിവെക്കുക എന്നൊക്കെ പറയുമ്പോ പോലീസുകാരുടെ ജീവന് പ്രശ്നമുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. സകല മലയാളികളും തിരിച്ചറിയാ, ഇത് ജനാധിപത്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നമ്മളിവിടെ ഒരിക്കലും UDFനെയോ ആഭ്യന്തരമന്ത്രിയെയോ പറയണമെന്ന ആവശ്യം ഒരിക്കൽ പോലും കരുതിയതല്ല. പക്ഷെ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ആ വെടിയുതിർത്തവനെ അംഗീകരിച്ച് അഭിനന്ദനം അറിയിക്കുക. ആ വെടിയുതിർത്തവനെ എടുത്ത് പുറത്തിരുത്തേണ്ട ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ BJP വിരുദ്ധരുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഉളപ്പില്ലാതെ പറഞ്ഞിരിക്കുന്നു അഭിനന്ദനങ്ങൾ എന്ന്. കേസുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം. അവിടെ പോയിട്ട് പോലീസിന്റെ ക്രൂരതകൾ ചെയ്യലല്ല. നമ്മുടെ കേരളം പോലീസ് ഗുണ്ടകളുടെ പറുദീസയായിട്ട് ഇനിയും മാറരുത്. അതാണ് കെ മുരളീധരൻ കൃത്യമായിട്ട് രംഗത്തെത്തി വ്യക്തമായിട്ട് പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് പോലീസ് വെടിയുതിർത്തു തുടങ്ങി. അത് ശരിയല്ല. വെടിശബ്ദങ്ങൾ വേണ്ട, വെടി ഉതിർക്കരുത്. എന്റെ മണ്ഡലത്തിൽ ഞാൻ സ്ഥലം MLA ആണ്, ഇവിടെ സമാധാനം വേണം, പോലീസുകാരൊന്ന് അടങ്ങണം. പറഞ്ഞത് BJPക്കാരല്ല, പറഞ്ഞത് സകല മലയാളികളും തിരിച്ചറിയണോ. ഒരു കോൺഗ്രസിന്റെ മന്ത്രി തന്നെ രംഗത്തെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും തള്ളിയിരിക്കുന്നു. ഇടതുപക്ഷത്തോട് ചില പോലീസുകാർക്ക് ഇന്നും കൂറുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലക്കൊക്കെ എന്നാണ് ഇനി വിവരം വെക്കുക? അത്തരം പോലീസുകാരെ എടുത്ത് പുറത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അപമാനം വരാൻ പോകുന്നത്. നിങ്ങളുടെ പേര് കളങ്കപ്പെടാൻ പോകുന്നത് ഇത്തരം പോലീസുകാരിലൂടെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. BJP കൗൺസിലറെ ഇതുപോലെ ആകാശത്തേക്കൊക്കെ വെടിയുതിർത്ത് നിങ്ങള് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായിട്ട് BJP ആക്രമിക്കാൻ നിന്നാൽ തിരിച്ചുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാക്രമണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ തെരുവിൽ കൃത്യമായിട്ട് BJP നേരിടും. BJP കൃത്യമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തും. BJP കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചു കഴിഞ്ഞു. തെരുവിൽ BJP കൗൺസിലർമാർ ഇറങ്ങിക്കഴിഞ്ഞു. BJPയെ വേട്ടയാടുന്നു. ഇടതും വലതും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ വേട്ടയാടുകയാണ്. ഇതൊരു ആസൂത്രിതമായിട്ടുള്ള വേട്ടയാടല. നിയമസഭയിൽ BJP കത്തിക്കയറുന്നു, കോർപ്പറേഷനിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നു. ഇതൊക്കെ തന്നെ അടിച്ചമർത്താനുള്ളൊരു ആസൂത്രിതമായിട്ടുള്ള ഇടത് വലത് കൂട്ടുമുന്നണിയുടെ ഒരു കൂട്ടുകച്ചവടമാണ് ഈ ആകാശത്തേക്കുള്ള വെടിവെപ്പ് എന്നുള്ളതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്.